ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനീഷ് കണ്ണൂർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ ടൊമാറ്റോ വെച്ചൊരു ചെമ്മീൻ റോസ്റ്റ്. നമ്മൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, മഞ്ഞൾ, മുളക്, ചില്ലി ഫ്ലേക്സ്, ചെറിയ ഉള്ളി, ചെറിയ ടൊമാറ്റോ, ഒരു 400 ഗ്രാം ചെമ്മീൻ, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, നാടൻ വെളിച്ചെണ്ണ, ഇഞ്ചി, മല്ലിച്ചപ്പ്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പാൻ ഒന്ന് ചൂടാകാൻ വച്ചിട്ടുണ്ട്. അല്പനേരം ഒന്ന് പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുന്നതേ ഉള്ളൂ. നമുക്ക് വെളിച്ചെണ്ണ പാനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാടൻ വെളിച്ചെണ്ണയാണ്. ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി, നമുക്കൊന്ന് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാം. ചെറിയ ഉള്ളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആവശ്യത്തിന് ചെറിയ ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്തില്ല, മുഴുവനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെന്ത് വരുമ്പോഴൊന്ന് ശരിയാവും. ഈ ടൊമാറ്റോ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് മൂടി വെക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്ക് മൂടി വെക്കാം. ഒന്ന് സെറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ചെമ്മീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി സ്പൈസി ആണെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഞാനിതിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല സെറ്റാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ മുഴുവനായിട്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലുള്ള ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടി അല്പസമയം നമുക്കിത് മൂടി വെക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ മസാലയും ചെമ്മീനൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇളക്കി നോക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉള്ള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ! എല്ലാവരും ഇത് ട്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു ഗീ റൈസ് കൂടി ചെയ്തെടുക്കാം. ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ 2 ഗ്ലാസ്സിൽ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി ആറ്റി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതിനാവശ്യമായ പശു നെയ്യ്, മറ്റു സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്ക് ആവശ്യമായ പശു നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കഴുകി വെച്ച അരി നമുക്ക് ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. പട്ട, ലവംഗ, ഏലക്ക ഇത് നമുക്ക് അപ്പോൾ അരി ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കൊന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അപ്പം നമ്മൾ എടുത്ത ഗ്ലാസിൻ്റെ നേരെ ഡബിൾ അളവിലാണ് നമ്മൾ
വെള്ളം റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2-3 പീസ് ചെറുനാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി പൊട്ടാതെ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെറുനാരങ്ങ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്പനേരം ഇത് മൂടി വെക്കാം. നമ്മളിത് കുറച്ച് നേരമായി വെച്ചിട്ട് പൊക്കി നോക്കാം. പൊക്കിയതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമായ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് പൊക്കി നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി മറിക്കാം. ചോറ് ഏകദേശം നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പനേരം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കാം. നമ്മളിത് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ആവിയിലൊന്ന് വന്നെടുക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പശു ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് അണ്ടിപ്പരിപ്പ്, ചൂടായ അണ്ടിപ്പരിപ്പിൽ മുന്തിരിങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ രണ്ടും ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ സ്വല്പം ലോ ഫ്ലെയിം ആക്കാം. അണ്ടിപ്പരിപ്പ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വെച്ച ചോറ് നമുക്ക് ഇറക്കി വെക്കാം. സാവധാനം നമുക്കതൊന്ന് തുറന്നു നോക്കാം. ചോറ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കത് അൾട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞ കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിൽ കൊടുക്കാം. ഉള്ളി അല്പം ഒന്ന് വാടിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസും ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ ചെമ്മീൻ റോസ്റ്റ് നല്ല ചൂടോടുകൂടിയുള്ള നെയ്ച്ചോറും ഗീ റൈസ്, ചെമ്മീൻ റോസ്റ്റ് റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.